ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മക്രോണി റെസിപ്പിയാണ്. ഇത് നമുക്ക് പാസ്ത വെച്ചും റെഡിയാക്കി എടുക്കാം. ബട്ടർ ചിക്കൻ സോസും വൈറ്റ് സോസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി മക്രോണി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ബട്ടർ ചിക്കനിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണിൽ ചിക്കൻ ആയാലും പ്രശ്നമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടായ പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ബട്ടർ ചിക്കനിലേക്കുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി സോസിലേക്ക് വേണ്ടി 1 ഉള്ളി, 2 തക്കാളി, 1 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഓയിലിലോട്ട് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അടുത്തതായി തക്കാളി കൂടി ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 5-6 കാഷ്നട്ട് കൂടി ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടുകൊടുക്കാം. ഇനി അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. തണിഞ്ഞാൽ പേസ്റ്റാക്കി എടുക്കുക. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കുക. അടുത്തതായി വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. വൈറ്റ് സോസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യമേ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കാൻ പാടുള്ളൂ. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ കൂടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തവിയോ സ്പൂണോ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടിയതൊക്കെ നന്നായി ഉടച്ചെടുക്കുക. കട്ട കെട്ടിയതൊക്കെ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ആക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. വൈറ്റ് സോസ് റെഡിയായി. ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ ചിക്കൻ സോസ് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ട് കൊടുക്കാം. സോസ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായി മക്രോണി വേവിച്ചെടുക്കണം. ഞാനിവിടെ 4 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് മക്രോണി ഇട്ടുകൊടുത്ത് ഒരു തവി വെച്ച് മിക്സ് ചെയ്തെടുക്കാം. മക്രോണി കുക്കായിട്ടുണ്ട്. ഓവർ കുക്കാവാൻ നിൽക്കണ്ട. അവസാനം മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകും. ഇനി ഇത് വെള്ളം ഊറ്റിക്കളയാം. അടുത്തതായി ഒരു വലിയ പാൻ ചൂടാക്കി അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും 1/4 കപ്പ് യെല്ലോ കളർ ക്യാപ്സിക്കം, 1/4 കപ്പ് റെഡ് കളർ ക്യാപ്സിക്കം, 1/4 കപ്പ് ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തതാണ്. അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഓവർ കുക്കാവാൻ നിൽക്കണ്ട. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കാബേജ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ കാബേജ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ സോയ സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. അവസാനമായി വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ടുകൊടുത്ത് സ്പൂണ് വെച്ച് മെല്ലെ മിക്സാക്കി എടുക്കാം. എപ്പോഴും ഉണ്ടാക്കുന്ന മക്രോണിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി മക്രോണി റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ്